വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വൈദ്യന്റെ സഹായത്തിന് വേണ്ടി വൈദ്യന്റെ മുമ്പിലേക്ക് വന്ന ആ ഒരു മഹാനോട് ഇനി ഒരിക്കലും കാലുമുറിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിന് ശമനമില്ല എന്ന് ആ വൈദ്യന്മാർ മറുപടി പറഞ്ഞപ്പോൾ ആ മഹാൻ ഒരിക്കലും ശങ്കിച്ചില്ല, ഒരിക്കലും അവിടുന്ന് മനപ്രയാസം വന്നില്ല. അന്ന് ഇന്നത്തെ പോലെ വേദനാ സംഹാരികളില്ലല്ലോ. അവർക്ക് വേദനാ സംഹാരികളായി വർത്തിച്ചത് അവരുടെ 5 വക്ത് നിസ്കാരമാണ്. ആ മഹാനെന്ന് ആ വൈദ്യന്മാരോട് മറുപടി പറഞ്ഞതെന്താണ്? എനിക്ക് എന്റെ കാല് മുറിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം ഞാൻ നിസ്കാരത്തിലേക്ക് മുന്നിടുമ്പോ, ഞാൻ എന്റെ നിസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ എന്റെ അടുത്ത് വന്നുകൊണ്ട് എന്റെ കാല് മുറിക്കണം. ആ ടൈമിൽ മാത്രമേ എനിക്ക് ആ ഒരു വേദനാ സംഹാരിയായിക്കൊണ്ട് നിങ്ങളുടെ കാല് മുറിച്ചത് എനിക്ക് അറിയാതിരിക്കുകയുള്ളൂ. എന്നിട്ട് ചരിത്രം പറയുന്നു, ആ വൈദ്യന്മാരാ മഹാനുസ്കരിക്കുന്ന ടൈമിൽ ആ മഹാന്റെ കാലുകൾ മുറിക്കുന്നു. അവർക്ക് അല്ലാഹുവിലേക്കുള്ള മുനാജാത്താണ് എന്റെ നിസ്കാരമെന്ന ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് നിസ്കാരമല്ലാത്ത ഒന്നും അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല, അവർക്ക് പുറത്തുള്ള ചിന്തകൾ വരുന്നില്ല. ആ ഒരു നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ ആ വൈദ്യന്മാരാ മഹാന നിസ്കാരത്തിൽ കാലുകൾ മുറിച്ചത് അവരെ അറിഞ്ഞതേയില്ല. മഹാന്മാർ അല്ലാഹുവിലേക്ക് ലയിക്കാനുള്ള കാരണമായിക്കൊണ്ട്, ലയിക്കാനുള്ള മാർഗമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ കാണുകയാണ്. അങ്ങനെ ധാരാളം മഹാന്മാർ അവരുടെ നിസ്കാരങ്ങളിൽ അല്ലാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് അവരുടെ നിസ്കാരത്തെ ധന്യമാക്കി, ജീവിതത്തെ ധന്യമാക്കി. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തെ കുറിച്ച് ചരിത്രം പറയുന്നു. ഒരു ദിവസം 1000ഓളം റക്അത്തുകൾ സൈനുൽ ആബിദീൻ തങ്ങൾ നിസ്കരിക്കും. ഒരു ദിവസം രാത്രിയിൽ വുളു എടുത്തുകൊണ്ട് ആകെ വിവർണനായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് മുന്നിടാൻ വരുന്നു. ആളുകൾ ചോദിച്ചു, വിവർണമായ ശരീരം കൊണ്ട് നിസ്കാരത്തിലേക്ക് വന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ ശരീരം വല്ലാതെ വിറക്കുന്നു. ആളുകൾ ചോദിച്ചു, എന്താണ് വല്ലാതെ വിറക്കുന്നത് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ? അവർ മറുപടി പറഞ്ഞു, അതദറൂന ബൈന യദൈ മിൻ അഖൂൽ, അതദറൂന ബൈന യദൈ മിൻ അഖൂൽ, ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലയോ? അല്ലാഹുവിന്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഭയപ്പാടോടുകൂടെ നിസ്കരിക്കാനേ നിർവാഹമുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം തന്നെ ചരിത്രം മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ സുജൂദിലായിക്കൊണ്ട് തന്റെ ഭവനത്തിന് തീപിടിച്ചു പോയി, തന്റെ വീടിന് തീപിടിച്ചു പോയി. ആളുകൾ അവരെ തീപിടിച്ചത് ഓർമ്മപ്പെടുത്തി, പക്ഷേ അവർക്കതിലേക്കുള്ള ശ്രദ്ധ പോകുന്നില്ല. ആളുകൾ പോയിക്കൊണ്ട് ആ ഭവനത്തിൽ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീനാളങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് തീയണച്ചു. ബഹുമാനപ്പെട്ടവർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവർ പറയുകയാണ്, എന്ന മറ്റൊരു നാറ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ആ ഭയപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആ ഒരു നാറ് നരകത്തിലെ നാറാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വളരെയേറെ ശ്രദ്ധയോടുകൂടി ഭയഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിച്ച മഹാന്മാരുടെ ആ ഒരു ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയണം. പലപ്പോഴായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. മഹ്ശറയിലേക്ക് മനുഷ്യർ വരുമ്പോൾ അവരുടെ ശരീരത്തിലാകെ അതാ മണ്ണ് ഉരുണ്ടിരിക്കുന്നു. ആ മണ്ണ് മലക്കുകളതാ തട്ടുന്നു. അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് മലക്കുകൾ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള മണ്ണുകളൊക്കെ പൊടിയൊക്കെ തട്ടിക്കൊണ്ട് അവന് പുതുപുത്തനാക്കുന്ന ടൈമിലതാ നെറ്റിയിലുള്ള ആ ഒരു മണ്ണ് പോകുന്നില്ല.
ملائكتي ليس ذلك التراب من قبورهم إنما هو من تراب محرابهم دعوه عليهم حتى يعبر الصراط ويدخل الجنة. അവരുടെ നെറ്റിയിൽ കാണുന്ന മണ്ണിനെ ഒരിക്കലും നിങ്ങൾക്ക് പോക്കിക്കളയാൻ സാധിക്കുകയില്ല. മറിച്ച് ആ നെറ്റിത്തടത്തിൽ പുരണ്ടിരിക്കുന്ന മണ്ണേതാണ് അവരുടെ മിഹ്റാബുകളിൽ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിരിക്കുമ്പോൾ അവരുടെ നെറ്റിത്തടങ്ങളിൽ പതിഞ്ഞു പോയ മണ്ണാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടൂ. അവർ സിറാത്ത് പാലം മിന്നൽ പിളർ പോലെ കടന്നു കടക്കട്ടെ, കഴിഞ്ഞു കടക്കട്ടെ. അതുപോലെ തന്നെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവർ നിങ്ങൾ വെറുതെ വിടൂ എന്നവരോട് പറയുമെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാന്മാരെ അല്ലാഹുവിലേക്ക് ലയിക്കാനും അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാനുമുള്ള ഏറ്റവും വലിയ മാർഗമായി കൊണ്ട് നിസ്കാരത്തെ കാണുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണാസന്നനായിരിക്കുന്ന ടൈമിനെ കുറിച്ച് ചരിത്രം പറയുന്നു. അവർ വല്ലാതെ കരയുകയാണ്. മരണസമയത്തും വല്ലാതെ കരഞ്ഞു പോകുന്നത് കണ്ട അനുചരവൃന്ദങ്ങളെ ചുറ്റും കൂടുന്ന പരിചാരകർ ചോദിച്ചു. കൂട്ടുകാര് ചോദിച്ചെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ മരിച്ചുപോയാൽ എനിക്കെന്റെ സമ്പത്ത് നഷ്ടമാകുമല്ലോ, എന്റെ കുടുംബം എനിക്ക് നഷ്ടമാകുമല്ലോ, എന്റെ മറ്റു അത്യാവശ്യ കാര്യങ്ങൾ എന്റെ സൗകര്യങ്ങൾ എനിക്ക് പാടെ വിച്ഛേദിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയല്ല, മറിച്ച് അവരെ വല്ലാതെ അലോസരപ്പെടുത്തിയതെന്താണ്, വല്ലാതെ ബേജാറാക്കിയ കാര്യമെന്താണ്? എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്കിനി നോമ്പനുഷ്ഠിക്കാൻ കഴിയുകയില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് ഞാൻ വല്ലാതെ കരയാൻ കാരണമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. ഇത്തരം ആളുകളൊക്കെ അവരുടെ ജീവിതത്തെ ധന്യമാക്കിയത് സുന്നത്ത് നിസ്കാരങ്ങളെ കൂടി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. അവർ തഹജ്ജുദ് നിസ്കാരത്തെ നിത്യമാക്കിയവരാണ്. അവർ വിദ്യുത് നിസ്കാരത്തെ പതിവാക്കിയവരാണ്. നിന്നുകൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇരുന്നുകൊണ്ടെങ്കിലും നമുക്ക് സാധ്യമാകുന്ന അമലാണല്ലോ സുന്നത്ത് നിസ്കാരം. ആ ഫർദ് നിസ്കാരത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പരിഹരിക്കാനുള്ള മാർഗമാണ് സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരത്തെ കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം സന്നദ്ധരാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം പാഴായി പോകുന്ന ഒരു അവസരം ഉണ്ടായിക്കൂടാ. നിസ്കാരം ഫർദായത് നിസ്കരിക്കുന്നതോടുകൂടെ തന്നെ അതിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങളെ കൂടി പതിവാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗമാണത്. അതുപോലെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. നമ്മുടെ ശരീരത്തെ തൊട്ട് രോഗങ്ങൾ അകറ്റപ്പെടാനുള്ള നിമിത്തമാണത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങളെ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി പോന്നാൽ അത് നമുക്ക് വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ പോലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കുമ്പിട്ടുകൊണ്ട് നിസ്കരിക്കുന്ന മഹാന്മാരെ നമുക്ക് കാണാം. അവർക്കത് വലിയ ആവേശത്തോടുകൂടി ഏറ്റെടുത്തവരാണ്. സുഫ്വാൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. ചൂട് കാലത്ത് വീടിനുള്ളിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കും. തണുപ്പ് കാലമാവുമ്പോൾ വീടിന്റെ ടെറസിലേക്ക്
കയറിക്കൊണ്ട് മട്ടുപ്പാവിലേക്ക് കയറിക്കൊണ്ട് അവർക്ക് ഉറക്കമിടിച്ചുകൊണ്ട് നിസ്കരിക്കും. അവിടുന്ന് കാലാകാലം അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പാടും ലബിസ്തു തൗബർ റജാഇ വന്നാസു ഖദ് റഖദൂ വകുന്തു അശ്കൂ ഇലാ മൗലായ മാ അജിദൂ. ഞാൻ അല്ലാഹു എനിക്ക് തരുന്ന ആ ഒരു പ്രതിഫലത്തിലുള്ള മാത്രം കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ആ പ്രതീക്ഷയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആളുകളൊക്കെ കിടന്നുറങ്ങുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ, ഞാൻ എന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയാണ്. എനിക്ക് വരുന്ന വൈഷമ്യങ്ങളെ കുറിച്ച് ഞാൻ എന്റെ സൃഷ്ടാവിന്റെ നിസ്കാരങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നിസ്കാരത്തെ പോലും ജീവിതത്തിൽ ആനന്ദമായി കണ്ട സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് പാഠമാണ്. പണ്ഡിതന്മാരൊക്കെയും അങ്ങനെയാണ്. അവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് വലിയ ആനന്ദമാണ്. അവർക്ക് ആശ ഇവിടുത്തെ വിജയമല്ല, അവരുടെ ആശയമാണ് പരലോകത്തെ വിജയം മാത്രമാണ്. ഇതാമല്ലൈലു അബ്ലമ ആബിദൂ ഫയസ്ഫുറു അൻഹും വഹും റുകൂഉ അതാറൽ ഖൗഫു നൗമഹും മാ ഫഖാമു വഅഹ്ലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂ. അവർക്ക് രാത്രിയിൽ ഇരുട്ടാകുമ്പോൾ അവർ നിസ്കാരത്തിനുള്ള ആവേശം കണ്ടെത്തുകയാണ്. അവർ നേരം കൊടുക്കുവോളം നിസ്കാരത്തിലാണ്. അവർക്ക് ഉറങ്ങാൻ തന്നെ പേടിയാണ്. അവർ ദുനിയാവിൽ അവർ ഉറക്കത്തിലായി കിടക്കുന്നവരൊക്കെ ഉറങ്ങുന്ന ടൈമിലും അവർ ആ ഒരു നിർഭയത്തോടുകൂടി ഭൗതിക ലോകത്തെ കാണുന്നവരുടെ മുന്നിലെല്ലാം അവരൊക്കെ ഉറങ്ങുന്ന ടൈമുകളിലെല്ലാം അവർ അല്ലാഹുവിന്റെ അടുക്കൽ ആരാധനയിലാണ്. അങ്ങനെ ധാരാളം ആരാധനകൾ നിർവഹിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ടാണ് അവർ അല്ലാഹുവിലേക്ക് അടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവർക്കൊരു പാഠമായി കൊണ്ടാണ് അവർ ജീവിതത്തെ പകർത്തിയത്. അവർ സ്വഹാബാക്കളെ കണ്ടുപഠിച്ചവരാണ്. അവരുടെ ജീവിതത്തെ അവർ അടുത്തറിഞ്ഞവരാണ്. അവർ എല്ലാ നിലക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ ഭൗതികമായ സുഖാഡംബരങ്ങളെല്ലാം സർവ്വതും ത്യജിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അത് ഉപകാരപ്പെടുന്ന വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് മഹത്വങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെറിയ ടൈമിനുള്ളിൽ അതെല്ലാം കൂടി പറയുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടന്നിട്ട് പക്ഷേ ഉറക്കം കിട്ടുന്നില്ല. അവർ ഉറങ്ങാൻ കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് കിടക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ് അല്ലാഹുമ്മ ഇന്നന്നാറ അദ്ഹബത്തിൻ നൗമ ഫയഖൂമു ഫയുസല്ലി ഹത്താ യുസ്ബിഹ. എന്റെ ഉറക്കിനെ പോക്കി കളഞ്ഞ കാലം നരകത്തിന്റെ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കുന്നു. ആ നരകത്തെ പേടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടും പിന്നീടും ഉറങ്ങാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഉറങ്ങാൻ വേണ്ടി പുതപ്പിട്ട് മൂടിക്കൊണ്ട് രണ്ട് കൈയും കാലിടയിലേക്ക് തിരികൊണ്ട് തണുപ്പിന്റെ കാഠിന്യത്തിൽ ഒന്നുകൂടി ഉറക്കത്തിന്റെ ആ ഒരു ഉത്സാഹം കിട്ടാൻ വേണ്ടി സർവവും എല്ലാവിധ സൗകര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചവരെല്ലാവരൊന്നും മറിച്ചവർക്ക് ഉറക്കം കിട്ടാത്തത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ്. എന്നിട്ട് അവർ സുബഹി വരെ നിസ്കരിക്കുകയാണ്. ഉറക്കമഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവർ സാഷ്ടാംഗം നമിക്കുന്നു. ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.
അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റബീബിന് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ ജീവിതം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബീബിന് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അവരുടെ കുതിരയെ മോഷ്ടിച്ചതുപോലും അവരവരുടെ നിസ്കാരത്തിൽ അറിഞ്ഞില്ല. അവരവരുടെ നിസ്കാരത്തിൽ അത് അറിയാത്തത് കാരണം ജനങ്ങൾ ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്കെന്റെ കുതിരയേക്കാൾ പ്രിയങ്കരം എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സാഷ്ടാംഗം നമിക്കലാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവർ മുനാജാത്ത് നിർവഹിക്കലാണ്. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ കുതിരയെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിസ്കാരത്തെ നേരാവണ്ണം നിർവഹിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ നിസ്കാരം ഒരിക്കലും ഖളായി പോകാൻ പാടില്ല. ഞാനൊന്നുകൂടി ഓർമ്മപ്പെടുത്തും, നമ്മുടെ ജോലി തിരക്കുകൾ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ അസർ വരെ നീട്ടല്ല. അങ്ങനെ ഖളായി പോയാൽ വളരെയേറെ ശിക്ഷ അല്ലാഹുവിന്റെ അടുക്കൽ കാഠിന്യമേറിയ ശിക്ഷകൾ നമുക്ക് വിധേയരാക്കേണ്ടി വരും. 15ഓളം ശിക്ഷകളെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഖബറി ലോകത്തും അത് ബർസഖി ലോകത്തും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന്റെ ശേഷം ഒരുപാട് അദാബുകളെ നാം നേരിടേണ്ടി വരും. ഇങ്ങനെ നിസ്കാരത്തെ നാം ഉപേക്ഷിച്ചു പോയാൽ, നേരെ മറിച്ച് നാം നമ്മുടെ നിസ്കാരത്തെ നേടാമെണ്ണം നിസ്കരിച്ചാലോ, അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനിക്ക് ഉന്നത പദവി നൽകും. ഒന്നാമത്തതെന്താണ്? അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ വരികയില്ല. എന്റെ ജീവിതം വളരെ പ്രയാസമാണ്, എനിക്ക് കഷ്ടതകളും യാതനകളുമാണെന്നുള്ള ഒരു ചിന്ത ഒരിക്കലും അവനിൽ വരികയില്ല. ജീവിതം എന്നും റാഹത്തായി തീരും. അവനെ കൊണ്ട് ഖബറിന്റെ എല്ലാ അദാബുകളും അകറ്റപ്പെടുകയാണ്. അവന്റെ കിതാബ് അവനിക്ക് വലത് കയ്യിൽ ലഭിക്കുകയാണ്. അവനിക്ക് സിറാത്ത് പാലം മിന്നൽ പിണർ പോലെ കടന്നു കിടക്കാൻ അവിടുന്ന് കടക്കാൻ കഴിയുകയാണ്, കഴിഞ്ഞു കിടക്കാൻ കഴിയുകയാണ്. അതുപോലെ തന്നെ വയദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനിക്ക് കഴിയുകയാണ്. ഇബ്നു ഹജർ തങ്ങളുടെ സവാദിൽ രേഖപ്പെടുത്തിയതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകണോ, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നിസ്കാരം കൊണ്ട് നിർബന്ധിപ്പിക്കണം. നിസ്കാരം ഖളാഅാക്കുന്ന ഒരു മക്കളും നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാളും നമ്മുടെ വീട്ടകങ്ങളിൽ, നമ്മുടെ ഭർത്താക്കന്മാരും നമ്മളോട് ബന്ധപ്പെട്ടവർക്ക് നിസ്കാരം ശാസ്ത്രത പാലിക്കുന്നവരായി വീട്ടകങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വീട്ടുകളിലെ ബർക്കത്ത് ഇല്ലാതാക്കി കളയും. ജീവിതം ദുസ്സഹമായി തീരും. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ എന്റെ പേരിൽ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സവാദിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ നിസ്കാര കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ